ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നേക്കുന്നത് ഒരു കിടിലൻ ഇമേജ് ക്ലാരിറ്റി മേക്കർ ആപ്ലിക്കേഷനായിട്ടാണ്. അതെങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്ന് ഞാൻ വീഡിയോയിലൂടെ കാണിച്ചു തരാം. നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഇത് സാധാരണ ഒരു ആപ്ലിക്കേഷൻ തുടങ്ങുന്ന പോലെ തന്നെ നമ്മുടെ ഫേസ്ബുക്ക് അക്കൗണ്ടോ ഗൂഗിൾ അക്കൗണ്ടോ വെച്ച് ഇത് സൈൻ ചെയ്ത് ലോഗിൻ ചെയ്യാവുന്നതാണ്. ഞാനിവിടെ ഇതൊരു ഗൂഗിൾ അക്കൗണ്ട് വെച്ചാണ് സൈൻ ചെയ്യുന്നത്. എനിക്കെളുപ്പം ഗൂഗിൾ അക്കൗണ്ട് വെച്ച് സൈൻ ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. സൈൻ ചെയ്ത് കഴിഞ്ഞ് നമുക്ക് നമ്മുടെ പേരും ഒരു ആധാറൊക്കെ വെച്ച് നമുക്കൊരു അക്കൗണ്ട് തുടങ്ങാവുന്നതാണ്. അക്കൗണ്ട് ക്രിയേറ്റ് ആയി വന്നിട്ടുണ്ട്, ഒരു പ്രൊഫൈൽ ക്രിയേറ്റ് ആയി വന്നിട്ടുണ്ട്. അതിനകത്ത് കുറേ ഓപ്ഷൻസ് ഉണ്ട്. അതായത് നമുക്ക് ആദ്യം തുടങ്ങുമ്പോൾ ഒരു 20 ടാസ്കേ പറ്റത്തുള്ളൂ കേട്ടോ. ഒരു ദിവസം ഒരു 20 ടാസ്ക് ഇതിനകത്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, ഒരു 20 പ്രാവശ്യം ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇതിനകത്ത് കുറേ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. എൻഹാൻസ്, അങ്ങനെ പോർട്രേറ്റ്, അങ്ങനെ സ്കെച്ച്, അതുപോലെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. അതിനകത്ത് പ്രോ എന്നുള്ള ഓപ്ഷൻ കൊടുത്തില്ലേ, അത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പൈസ കൊടുത്താണ് നമ്മൾ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ പൈസ കൊടുത്ത് ചെയ്യാൻ പറ്റുന്നത് അങ്ങനെ ചെയ്യും. ഞാനിത് ജസ്റ്റ് ഫോട്ടോ ക്ലാരിറ്റി കൂടുന്ന മാത്രമേ കാണിച്ചു തരുന്നുള്ളൂ. ഞാൻ എഡിറ്റ് ചെയ്യാൻ വേണ്ടി ഇവിടെ ഉപയോഗിക്കുന്നത് ഗൂഗിളിൽ നിന്ന് എടുത്ത ലാലേട്ടൻ്റെ ഒരു ഫോട്ടോയാണ് ഞാനിവിടെ എഡിറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ ഉപയോഗിക്കുന്നത്. ഞാൻ ആ ഫോട്ടോ ആദ്യം ഞാൻ ഗൂഗിളിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ നോക്കിയപ്പം ഡൗൺലോഡ് ചെയ്തു, പക്ഷേ എന്തോ ഒരു പ്രശ്നം കാരണം അത് അൺസപ്പോർട്ടഡ് മീഡിയ എന്നാണ് എൻ്റെ ഫോണിൽ കാണിച്ചത്. എന്തുകൊണ്ടാണെന്ന് അറിയത്തില്ല. ആ ഫോട്ടോ കോപ്പിറൈറ്റ് ഇഷ്യൂ എല്ലാം ഉള്ളതുകൊണ്ടായിരിക്കും, അല്ലെങ്കിൽ എൻ്റെ ഫോണിൽ താങ്ങാൻ പറ്റാത്തതുകൊണ്ടായിരിക്കും. അതുകൊണ്ട് അൺസപ്പോർട്ടഡ് മീഡിയ, ഇപ്പം ഞാൻ ഡൗൺലോഡ് ചെയ്ത ഫോട്ടോയാണ് അൺസപ്പോർട്ടഡ് മീഡിയ എന്നാണ് കാണിച്ചത്. അപ്പം ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഞാൻ ഒന്നും കൂടി തിരിച്ച് ഗൂഗിളിൽ തന്നെ പോയിട്ട് ആ ഫോട്ടോ ഒന്ന് ശരിക്കൊന്ന് കാണുന്ന രീതിയിൽ നമ്മളൊന്ന് ക്ലിയർ ആയിട്ട് കാണാൻ വേണ്ടി നമ്മളൊന്ന് ക്ലിക്ക് ചെയ്തൊന്ന് വെക്കുമല്ലോ. അങ്ങനെ വെച്ചിട്ട് ഞാനൊന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഞാനത് ക്രോപ്പൊക്കെ ചെയ്ത് എൻ്റെ ആ ഫോട്ടോയുടെ സൈസിൽ തന്നെ ക്രോപ്പ് ചെയ്തെടുത്തിട്ട് നേരെ ആ ആപ്പിലോട്ട് ഈ ആപ്പിലോട്ട് കയറ്റുകയാണ്. ഞാൻ എൻ്റെ ഫോണിൽ ഈ ആപ്പ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഞാനിതിനകത്ത് ഉപയോഗിക്കുന്ന ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ എൻഹാൻസ് എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അതാണ് ഞാൻ ഈ ഫോട്ടോയുടെ ക്ലാരിറ്റി കൂട്ടാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ വരുന്നതാണ്. അതേപോലെ അങ്ങനെ വരുമ്പോഴത്തേക്കും നമ്മൾ ആ യൂസ് ഇറ്റ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ടോ, അതേ കൊടുക്കുക. അതേ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ഫോട്ടോ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ വരും. അങ്ങനെ വന്ന ശേഷം നമ്മുടെ ഗാലറിയിലുള്ള ഫോട്ടോസ് അവിടെ കാണിക്കും. ഇതിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ള ഫോട്ടോ ഏതാണോ, നമുക്ക് എഡിറ്റ് ചെയ്യാൻ ആവശ്യമുള്ള ഫോട്ടോ ഏതാണോ അത് സെലക്ട് ചെയ്യുക. അപ്പം നേരത്തെ ഞാൻ ആ ക്രോപ്പ് ചെയ്ത് വെച്ച ഫോട്ടോയാണ് ഞാൻ ഇവിടെ സെലക്ട് ചെയ്തത്. അപ്പം അതിൻ്റെ താഴെ കാണിച്ചിരിക്കുന്ന ആ ടിക്ക് ബട്ടൺ കണ്ടോ, ചുമന്ന ടിക്ക് ബട്ടൺ, അതേ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും അത് പ്രോസസ്സിങ് ആവും. ഇത് പ്രോസസ്സിങ് ആയിക്കൊണ്ടിരിക്കുന്നത് കാണാൻ പറ്റും. ആ പ്രോസസ്സിങ് ആകാൻ കുറച്ച് സമയം എടുക്കും, ഒരു 10-15 സെക്കൻഡൊക്കെ എടുക്കും. അപ്പോൾ അതിനിടയ്ക്കൊരു ആഡും കൂടെ ലോഡാകും. ആ ആഡും കൂടെ കണ്ട ശേഷം അത് വരുന്ന കാണിക്കും. ആഡ് 15 സെക്കൻഡേ കാണത്തുള്ളൂ. അതും കൂടെ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. ആഡും കൂടെ കണ്ട ശേഷം ഇത് ലോഡായി വരുന്നതാണ്. ചെറിയൊരു ആഡും കൂടെ അവിടെ ലോഡായി വരും, അതും കൂടെ സ്കിപ്പ് ചെയ്ത് വിടുക. അതും കൂടെ കണ്ട ശേഷം അത് പ്രോസസ്സിങ് ലോഡായി വരുന്നത് കാണാം. ഇപ്പോൾ കണ്ടോ, അത് കിട്ടുന്നതായിട്ട് ലോഡായിട്ടുണ്ട്. ഇപ്പോൾ അത് ബിഫോർ എന്നുള്ള ഓപ്ഷനിലാണ് കിടക്കുന്നത്. ആ സ്ക്രോൾ ചെയ്യുന്ന ഓപ്ഷൻ കണ്ടോ, ആ ഓപ്ഷൻ സൈഡിലോട്ട് സ്ക്രോൾ ചെയ്ത് വരുമ്പോഴത്തേക്കും അതിൻ്റെ ക്ലാരിറ്റി കൂടുന്നു നമുക്ക് കാണാൻ പറ്റും. ആ സാധനം നമ്മളിങ്ങനെ സൈഡിലോട്ട് നീക്കിക്കൊണ്ട് വരുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടോ, അതിൻ്റെ ക്ലാരിറ്റി കൂടി വരുന്നുണ്ടോ. അത് നേരത്തെ ബിഫോർ ആഫ്റ്റർ, ഇപ്പോൾ കണ്ടോ ആഫ്റ്റർ കണ്ടോ, നല്ല ക്ലാരിറ്റി കൂടിയിട്ടുണ്ട് ഫോട്ടോയ്ക്ക്. ആ ഫോട്ടോ എത്ര ക്ലിയർ ആയതെന്ന് നമുക്ക് അതൊക്കെ സൂം ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നതാണ്. ഞാനിപ്പോൾ വേണമെങ്കിൽ ആ ഫോട്ടോയുടെ ലാലേട്ടൻ്റെ കണ്ണൊക്കെ ഒന്ന് സൂം ചെയ്ത് കാണിച്ചാൽ കണ്ടോ, ക്ലിയർ, നല്ല കിടിലം ക്ലാരിറ്റിയാണ്. ആ പഴയ ഫോട്ടോ ഞാൻ സൂം ചെയ്ത് കാണിച്ചത് കണ്ടോ, അത്ര ക്ലാരിറ്റി ഒന്നുമില്ല. കണ്ടോ, ഇത്രയും സൂം ചെയ്തിട്ട് നല്ല ക്ലാരിറ്റി ഒന്നുമില്ല. പക്ഷെ ആ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഉള്ള ഫോട്ടോ കിടിലനായിട്ട് ക്ലാരിറ്റി കൂടിയൊക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഗൈസ്, നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ സ്വന്തം ഫോട്ടോ ഇതുപോലെ ക്ലിയർ ചെയ്തെടുക്കാൻ പറ്റും. ഞാനൊരു എക്സാമ്പിൾ കാണിച്ചെന്നേ ഉള്ളൂ. പക്ഷെ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ പഴയ ഫോട്ടോയ്ക്ക് ഇതേപോലെ തന്നെ ക്ലിയർ ആയിട്ട് നല്ല HD ആയിട്ട് നമുക്ക്
ക്ലിയർ ആക്കി എടുക്കാൻ പറ്റും, നല്ല ക്ലാരിറ്റി കൂട്ടിയെടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങളുടെ ഫോണിൽ പഴയ ഫോട്ടോസ് എല്ലാം കിടപ്പുണ്ടെങ്കിൽ അതൊക്കെ എടുത്ത് ഈ ആപ്ലിക്കേഷനിലിട്ട് നല്ല ക്ലിയർ ആക്കി HD ആക്കി എടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്കൊന്ന് ശ്രമിച്ച് നോക്കുക. അപ്പം ഇതൊക്കെ ആക്കിയ ശേഷം നമുക്കത് ആ മുകളിലുള്ള ഡൗൺലോഡ് ബട്ടൺ കണ്ടോ, അത് കൊടുത്ത് സേവ് ചെയ്യാൻ പറ്റുന്നതാണ്. ആ സേവ് ചെയ്യുന്നതിനിടയ്ക്ക് ഒരു ആഡ് വരും, അത് നമുക്ക് സ്കിപ്പ് ചെയ്തിടാം കേട്ടോ. അത് നേരെ നമുക്ക് സ്കിപ്പ് ചെയ്തിടാം. അത് കഴിഞ്ഞ ശേഷം അത് അത് ഷെയർ ചെയ്യാൻ വേണ്ടിയുള്ള ഓപ്ഷനൊക്കെ വരും. അത് നമ്മുടെ ഈ ആപ്ലിക്കേഷനിൽ തന്നെ സ്റ്റോറിയായിട്ട് വേണമെങ്കിൽ സേവ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ ഡിവൈസിലുള്ള മറ്റേ ആപ്ലിക്കേഷനിലോട്ട് നമുക്ക് ഷെയർ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, അതുവഴി കയറി നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്.